നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് PSG-യെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ കായ് ഹാവേർട്സ്, ബുക്കയോ സാക്ക എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. മത്സരത്തിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ PSG-ക്ക് കഴിഞ്ഞിട്ടില്ല. സൂപ്പർ താരം ഒസ്മാൻ ഡെംബലെ ഈ മത്സരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അദ്ദേഹത്തെ പരിശീലകൻ സ്ക്വാഡിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതായത് പരിശീലകനും ഡെംബലയും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായി എന്നും അതേ തുടർന്നാണ് എൻറിക്കെ താരത്തിനെതിരെ ഈ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്നുമായിരുന്നു പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ എൻറിക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടീമിൻ്റെ പ്രതീക്ഷകളെ ആരെങ്കിലും ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവർ കളിക്കാൻ തയ്യാറല്ല എന്നാണ് അതിനർത്ഥം. ഈ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. എൻ്റെ ടീമിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വന്നേക്കും. ഞാൻ എടുത്ത എൻ്റെ ഈ ഒരു തീരുമാനം 100% ശരിയാണ് എന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ ടീമിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടീമിന് ഒരു മികച്ച ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് എൻ്റെ ശ്രമം. കിരീടങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതെനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. പക്ഷേ ടീമിനൊരു മികച്ച ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. തീർച്ചയായും ഭാവിയിൽ ഡെംബലയെ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. എല്ലാവരോടും കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇതാണ് PSG-യുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തോൽവി രുചിച്ചു എന്നുള്ളത് PSG-യെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമീപകാലത്ത് ക്ലബിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ ഡെംബലയ്ക്ക് കഴിയുന്നുണ്ട്. 4 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം ലീഗ് 1-ൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ താരത്തിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ പെരുമാറ്റവും ഒക്കെ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.